ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ചേച്ചിയുടെ വീട് ട്രിവാൻഡ്രം കേശവദാസപുരത്താണ് ചേച്ചിയുടെ വീട് വരുന്നത്. ഞാനും ചേട്ടനും കൂടിയാണ് പോണത്. കുറച്ച് അകത്തോട്ടാണ് ചേച്ചിയുടെ വീട് വരുന്നത്. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടി ഗേറ്റൊക്കെ തുറന്നു തന്ന് പുള്ളിക്കാരി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ ഡോറ് തുറന്ന് നേരെ പോയത് കിച്ചണിലോട്ടാണ്. അവിടെ ചെന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. രാവിലത്തെ കാപ്പി അപ്പമായിരുന്നു. അങ്ങനെ അപ്പം ചുട്ടു. അതിനുശേഷം ഞാനും ചേച്ചി എല്ലാവരും കൂടി ഡൈനിങ് ഏരിയയിലോട്ട് വന്ന് കഴിക്കാൻ തുടങ്ങി. കൊഞ്ച് തീയലും ഉരുളക്കിഴങ്ങ് കറിയും അപ്പമൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട്. അതിനുശേഷം ചേച്ചിക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ലുലുവിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനം അവിടെ നിന്ന് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞാനും പ്രിയങ്ക ചേച്ചിയും ചേട്ടനും കൂടിയാണ് പോണത്. ചേട്ടനെന്ന് പറയുന്നത് പ്രിയങ്ക ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം നമ്മൾ 4 പേരും കൂടിയാണ് ലുലുവിലോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്ന് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ലുലു മാളിനകത്തോട്ട് കയറുകയാണ്. മെയിനായിട്ട് ഷോപ്പിംഗ് മാത്രമല്ല, ചേച്ചിമാർ അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനും കൂടിയാണ് വന്നത്. മെയിനായിട്ട് അതാണ്. ഇപ്പം നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിനടുത്തോട്ടാണ്. ഇതാണ് ഷോപ്പ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അത് കണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിങ്ങിലോട്ട് പോയി. ചേച്ചിക്ക് ബാഗൊക്കെ നോക്കണമായിരുന്നു. ബാഗ്, സ്ലൈഡ്, ക്ലിപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ബോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ബോയും ചേച്ചി ക്ലിപ്പും സ്ലൈഡ്, വള, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ ഒരു ഫാഷൻ ഷോൻ്റെ ഇത് നടക്കാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. നാളെ ഏറ്റവും തോന്നുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. നമ്മളിനി വീട്ടിലോട്ട് പോകണം. ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.